സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു CS റോക്കസ് എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് അടിക്കുക. ഇന്ന് ലാലേട്ടൻ ഒരു ചോദ്യം ചോദിച്ചു നമ്മുടെ ജിൻഡോനോട്. അതായത് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് നോറ എവിക്റ്റഡ് ആവുന്നതാണോ അല്ലെങ്കിൽ നമ്മുടെ ശ്രീത് എവിക്റ്റഡ് ആവുന്നതാണോ, ഇവര് രണ്ടുപേരിൽ ആര് സേവ് ആവണം ആര് എവിക്റ്റ് ആവണം എന്ന ചോദിച്ച ചോദ്യത്തിന് എല്ലാവരും ഓരോരോ ഉത്തരങ്ങൾ പറഞ്ഞു. എനിക്ക് ശ്രീത് സേവ് ആവണം, നോറ എവിക്റ്റ് ആവണം, നോറ സേവ് ആവണം, ശ്രീത് എവിക്റ്റ് ആവണം എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയുകയൊക്കെ ചെയ്തു. നമ്മുടെ എല്ലാ കണ്ടസ്റ്റൻസും ഉത്തരം പറഞ്ഞു. ജിൻഡോനോട് ചോദിച്ചപ്പോൾ ജിൻഡോ പറഞ്ഞ മറുപടി, ലാലേട്ടാ പ്ലീസ് 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 ലാലേട്ടാ, അങ്ങനെയൊന്നും പറയില്ല ലാലേട്ടാ, എനിക്കങ്ങനെ പറയാൻ പറ്റില്ല ലാലേട്ടാ, എന്റെ മനസ്സിലാക്കില്ല ലാലേട്ടാ. ഒരു കണക്കിന് നോക്കുമ്പോൾ നമ്മുടെ ശ്രീതു സേവ് ആയിട്ട് നോറ എവിക്റ്റ് ആവുന്നതായിരിക്കും കുറച്ച് നല്ലത്. പക്ഷെ വേറൊരു കണക്കിന് നോക്കുമ്പോൾ നമ്മുടെ ശ്രീതു എവിക്റ്റ് ആയിട്ട് നോറ സേവ് ആവുന്നതായിരിക്കും അടിപൊളി സംഭവം. ഇങ്ങനെ അത് തന്നെ തിരിച്ചും മറിച്ചും പറയുകയാണ് ലാലേട്ടൻ. ഇവനേതാ ആ രീതിയിലായി. അത് കഴിഞ്ഞിട്ട് പിന്നെയും ലാലേട്ടൻ കുറച്ച് നിർബന്ധിച്ച് നോക്കി. ജിൻഡോ പറയുന്ന മട്ടയില്ല, ജിൻഡോ പ്ലീസ് പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു സ്ഥലത്ത് എനിക്ക് തോന്നിയത് സത്യം പറഞ്ഞ അലമ്പി എന്ന് തന്നെ പറയാം. ജിൻഡോ കൃത്യമായിട്ട് അവിടെ അലമ്പി കുഴച്ച് പപ്പടാക്കി എന്ന് തന്നെ പറയാം. ആ രീതിയിൽ കുറച്ച് വെറുപ്പിച്ച മട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യും. എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പ്രകാരം അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു, ഒരു ഒപ്പീനിയൻ അങ്ങ് പറയായിരുന്നു. പക്ഷെ അവിടെ വെറുതെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്ത പോലെയാണ് എനിക്ക് തോന്നിയത് പേഴ്സണലി. പിന്നെ ഒരു പുതിയ പ്രമോ വന്നിട്ടുണ്ട് ബിഗ് ബോസിന്റെ ഭാഗത്തുനിന്ന്, അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നതായിരിക്കും. അത് കാണാൻ വേണ്ടി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കും. അത് മാത്രമല്ല, നോറ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് എവിക്റ്റ് ആയി പുറത്തു പോയപ്പോഴും ആ യാത്ര പറയുന്ന ഒരു രീതി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പേഴ്സണലായിട്ട്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണം. എല്ലാവരോടും ഒരു മര്യാദയ്ക്ക് ഉള്ള ഒരു യാത്ര പറയാണ്ട് പെട്ടെന്ന് ഓടിപ്പിടച്ച് ഓടിപ്പോയതും, അതുപോലെ തന്നെ ഋഷി അതിന്റെ ഇടയ്ക്ക് പറയുകയുണ്ടായി, നോക്ക അവൾ തിരിഞ്ഞു നോക്കാണ്ട് വരെ പോയി എന്ന രീതിയിലും കൂടെ നോറയെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. യാത്ര പറഞ്ഞ് ശരിയായില്ല, അത് ലാലേട്ടൻ ചോദിക്കുകയും ഉണ്ടായി. അതേസമയത്ത് ലാലേട്ടനെ കുറച്ച് പൊട്ടം കളിപ്പിക്കുന്ന രീതിയിൽ നോറ ഉത്തരം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് വീട്ടുകാരെ കണ്ട് വീട്ടിലോട്ടാണല്ലോ അപ്പൊ ഞാൻ പോകുന്നത്, ഇവിടെ ആരെ മിസ് ചെയ്യും, ലാലേട്ടനെ മിസ് ചെയ്യും. അല്ല, ബിഗ് ബോസ് വീട്ടിൽ ആരെ മിസ് ചെയ്യും, ഞാൻ ബിഗ് ബോസിനെ മിസ് ചെയ്യും. അല്ല, അതല്ലാണ്ട് നമ്മുടെ ബിഗ് ബോസും അല്ലാണ്ട് ആരെ മിസ് ചെയ്യും, ഞാൻ വീട് മിസ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഉരുണ്ട് കളിക്കുന്ന നടത്തുന്നത് എനിക്ക് പേഴ്സണലി അതും ഇഷ്ടപ്പെട്ടില്ല. ഈ രണ്ട് കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്. നിങ്ങൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ അപ്ഡേറ്റ്സ് മറക്കാൻ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.